ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് നിന്നും 17 കിലോമീറ്റർ ഉള്ളിലുള്ള പട്ടർപാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ രണ്ട് ഫേമസ് അമ്പലങ്ങളാണ് കേട്ടോ, കണ്ണാട്ടുകാവും നെല്ലുളിക്കാവും. ഒരു തനി ഗ്രാമപ്രദേശമാണ് കേട്ടോ പട്ടർപാലം. ഇപ്പോൾ സമയം 1:30 പട്ടർപാലത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. പട്ടർപാലത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകാൻ ബസ് 2:10 ഈ ഒരു ബസ് അന്നശ്ശേരി പോയി തിരിച്ചു വരണം. അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. പട്ടർപാലത്ത് നിന്നും കോഴിക്കോട്ടേക്ക് വെറും 17 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മുടെ ബസ് ഇതേ വന്നിട്ടുണ്ട്. ഈ ഒരു ബസ് അന്നശ്ശേരിയിൽ നിന്നും കോഴിക്കോട് വരെ പോകുന്ന ബസ്സാണ് കേട്ടോ. അന്നശ്ശേരിയിൽ നിന്നും തൂണുമണ്ണിൽ, എടക്കരമുക്ക്, അത്യാറ്റിൽമുക്ക്, പട്ടർപാലം, കണ്ണങ്ങര, ഈച്ചന്നൂർ സ്കൂള്, 5-ാം വളവ്, പയ്യടത്തായം, പുതിയടത്ത് തായം, ചേളന്നൂർ 82, 76, AKK6, അമ്പലത്തുകുളങ്ങര, കുമാരസ്വാമി, ബ്ലോക്ക് ഓഫീസ്, കക്കോടി, മൂട്ടോളി, തണ്ണീർപ്പന്തൽ, വേങ്ങേരി, തടമ്പാട്ട് താഴം, കരിക്കാംകുളം, കാരപ്പറമ്പ്, നടക്കാവ് വഴിയാണ് കേട്ടോ കോഴിക്കോട്ടേക്ക് പോകുന്നത്. അന്നശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 25 രൂപയും പട്ടർപാലത്ത് നിന്നും ഒരാൾക്ക് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 23 രൂപയാണ് കേട്ടോ. അങ്ങനെ 8:02 എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും എല്ലാ സ്റ്റോപ്പുകളും കവർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അന്നശ്ശേരിയിൽ നിന്നും അണ്ടിക്കോട് വഴിയും കോഴിക്കോട്ടേക്ക് ബസ്സുകളുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ഡ്രൈവർ നിസാർക്കയും കണ്ടക്ടർ രാജേഷ് ചേട്ടനുമാണ് കേട്ടോ. ഈ ഒരു ബസ് അന്നശ്ശേരി ഉള്ള അഖിലേട്ടൻ്റെ ബസ്സാണ്. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ബസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചേളന്നൂർ 76 എത്തിയിട്ടുണ്ട് കേട്ടോ. 76 നിന്നും അമ്പലത്തുകുളങ്ങര, കുമാരസ്വാമി, കക്കോടി, കാരപ്പറമ്പ്, നടക്കാവ് വഴിയാണ് കേട്ടോ കോഴിക്കോട്ടേക്ക്. ഉച്ചത്തെ ട്രിപ്പിലാണ് കേട്ടോ വീഡിയോ എടുക്കാൻ കയറിയത്. ഇതിന് കുറേ ട്രിപ്പ് ഉണ്ട് കേട്ടോ. എല്ലാ വിവരങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കുമേ. അന്നശ്ശേരി പട്ടർപാലം ഭാഗത്തു നിന്നുമുള്ള ആദ്യത്തെ ബസ് വീഡിയോ ആണ് കേട്ടോ ഈ ഒരു KPSൻ്റേത്. അമ്പലത്തുകുളങ്ങരയിലോട്ട് എത്തിയപ്പോഴേക്കും സമയം 2:35 ആയിട്ടുണ്ട്. അന്നശ്ശേരിയിൽ നിന്നും കോഴിക്കോട് വരെ എത്താൻ 50-55 മിനിറ്റൊക്കെയാണ് കേട്ടോ റണ്ണിങ് ടൈം ഉണ്ടാവാറ്. ചില സമയങ്ങളിൽ അത് 1 മണിക്കൂർ വരെ എത്താറുമുണ്ട്. ഈ റൂട്ടിൽ കൂടുതൽ ബസ്സുകളൊന്നുമില്ല കേട്ടോ. പക്ഷേ ഉള്ള ബസ്സുകളാണെങ്കിൽ യാത്രക്കാർ ഏറ്റെടുത്ത സർവീസ് കൂടിയാണ്. അതാണ് കേട്ടോ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള ബസ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവർക്ക് ബോർഡ് പോലും നോക്കേണ്ട ആവശ്യമില്ല സ്വന്തം നാട്ടിലോട്ടുള്ള ബസ് കയറാൻ. KPS ബസ്സിൻ്റെ പെർമിറ്റൊക്കെ കുറേ വർഷങ്ങൾക്ക് മുൻപേ ഉള്ള പെർമിറ്റാണ് കേട്ടോ. അങ്ങനെ കുമാരസ്വാമിയും കഴിഞ്ഞ് നമ്മളിത് ബ്ലോക്ക് ഓഫീസിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് ഓഫീസ് കഴിഞ്ഞാൽ അടുത്തത് കക്കോടി മുക്കാണ്. ബ്ലോക്ക് ഓഫീസിൻ്റെ ആ ഒരു വലത് സൈഡിൽ കാണുന്ന ഈ ഒരു റോഡ് ചിലപ്പുറം കക്കോടി ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റിയ ഷോർട്ട് കട്ട് കൂടിയാണ്. നമ്മൾ പോകുന്ന ഈ ഒരു റോഡ് ബാലുശ്ശേരി കോഴിക്കോട് സ്റ്റേറ്റ് ഹൈവേ ആണ് കേട്ടോ. 8:02 നമ്മൾ ഈ ഒരു ബസ് ഈ ഒരു ഹൈവേയിലോട്ട്, ഈ ഒരു സ്റ്റേറ്റ് ഹൈവേയിലോട്ട് കയറുന്നത്. അങ്ങനെ ബ്ലോക്ക് ഓഫീസ് സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞാൽ ചേളന്നൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം കഴിയുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് കക്കോടിയാണ്. ഈ ഒരു ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് കേട്ടോ അത്. ചേളന്നൂർ തന്നെ കുറേ സ്റ്റോപ്പുകളുണ്ട് കേട്ടോ. അതിനുശേഷം കക്കോടിയിലും ഉണ്ട് കുറേ സ്റ്റോപ്പുകൾ. ഡ്രൈവർ നിസാർക്കയും കണ്ടക്ടർ രാജേഷ് ചേട്ടനും ഭയങ്കര അടിപൊളി സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് കക്കോടി മുക്കിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കനാലാണ് കേട്ടോ ഈ മേലെ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ മൂട്ടോളി എത്തി. മൂട്ടോളിയിൽ നിന്നും ഇടത്തോട്ട് പോയാൽ പൈമ്പ്ര, കുന്നമംഗലം ഭാഗത്തോട്ടൊക്കെ പോകാനും പറ്റും. മൂട്ടോളി ടൗണിലോട്ടാണ് നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത്.
മൂട്ടോളി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എത്തുന്നത് കക്കോടിയിലോട്ടാണ്. കക്കോടി എരക്കുളം ബസ് സ്റ്റോപ്പിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ബാലുശ്ശേരി സാപ്റ്റിക്കോ ആണ് കേട്ടോ ആ പോയത്. അങ്ങനെ നമ്മളിത് എരക്കുളം ബസ് സ്റ്റോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എരക്കുളം കഴിഞ്ഞാൽ നമ്മൾ കക്കോടി ബസാറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നും മിനി ബൈപ്പാസ് വഴി വേണേ പോകാൻ. ഇപ്പം റോഡ് പണി ആയതുകൊണ്ട് ബൈപ്പാസ് എന്നുള്ള കൺസെപ്റ്റൊന്നും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു വഴി തന്നെയാണ് പോകുന്നത്. അങ്ങനെ നമ്മളിത് കക്കോടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കക്കോടിയിൽ നിന്നും ഒളോപ്പാറ, ചെറുകുളം, ചെലപ്രം ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഒളോപ്പാറ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ്. ആ റൂട്ടിൽ എപ്പോഴും സിറ്റി ബസ്സുകളും ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളിത് കക്കോടി പഞ്ചായത്ത് ബസ് സ്റ്റോപ്പിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂനൂർപ്പുഴയുടെ ഭാഗമായ കക്കോടി പാലത്തിൻ്റെ മേലെ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കക്കോടി പാലവും കഴിഞ്ഞ് നേരെ നമ്മൾ തണ്ണീർപ്പന്തലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കക്കോടി കഴിഞ്ഞാൽ പിന്നെ തണ്ണീർപ്പന്തൽ, വേങ്ങേരി, തടമ്പാട്ട് താഴം, കരിക്കാംകുളം, എരഞ്ഞിപ്പാലം, നടക്കാവ് വഴിയാണ് കേട്ടോ കോഴിക്കോട്ടേക്ക് പോകേണ്ടത്. പാട്രവാലം കോഴിക്കോട് റൂട്ടിലെ മുഴുവൻ ബസ്സിൻ്റെയും സമയവിവരങ്ങൾ നമ്മുടെ ഡിസ്കഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ തണ്ണീർപ്പന്തലിലോട്ട് എത്തിയിട്ടുണ്ട്. തണ്ണീർപ്പന്തലിൽ നിന്നും വേങ്ങേരി, കാരപ്പറമ്പ്, എരഞ്ഞിപ്പാലം വഴി കോഴിക്കോട്ടേക്കാണ്. തണ്ണീർപ്പന്തലിൽ നിന്നും വലത്തോട്ടുള്ള റോഡ് മാളിക്കടവ് ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. പണ്ട് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന സമയത്ത് ആ ഒരു ചെറിയ വഴിയിലൂടെയായിരുന്നു കേട്ടോ മിക്ക ബസ്സുകളും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് വേങ്ങേരി ജംഗ്ഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. വേങ്ങേരി ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് പോകുന്നത് തിരുവനന്തപുരത്തോട്ടും വലത്തോട്ട് പോകുന്നത് കാസർഗോട്ടേക്കുമാണ്. NH 66 കേട്ടോ. അതിൻ്റെ മേലെ കൂടിയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നാഷണൽ ഹൈവേ 66-ൻ്റെ മേലെ കൂടെ പോയി നേരെ നമ്മളിത് തടമ്പാട്ട് താഴത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നമ്മളിത് തടമ്പാട്ട് താഴത്തെത്തി കേട്ടോ. തടമ്പാട്ട് താഴത്ത് നിന്നും ഇടത്തോട്ടുള്ള റോഡ് പറമ്പിൽ ബസാർ ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റുക. നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത്. ഇതൊരു മിനി ബൈപ്പാസ് ആണ് കേട്ടോ. കരിക്കാംകുളത്തോട്ടാണ് നമ്മളിപ്പോൾ എത്തിയത്. കരിക്കാംകുളത്ത് നിന്നും വലത്തോട്ടാണ് കോഴിക്കോട് ടൗണിലോട്ട് പോകേണ്ടത്. കരിക്കാംകുളത്ത് നിന്നും കാരപ്പറമ്പ് നടക്കാവ് വഴിയാണ് കേട്ടോ കോഴിക്കോട്ടേക്ക്. അങ്ങനെ നമ്മളിത് കോഴിക്കോട് ടൗണിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിത് കാരപ്പറമ്പ് ടൗണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരപ്പറമ്പ് കഴിഞ്ഞാൽ പിന്നെ എരഞ്ഞിപ്പാലം, നടക്കാവ്, ക്രിസ്ത്യൻ കോളേജ്, ഇംഗ്ലീഷ് പള്ളി, മാവൂർ റോഡ് വഴിയാണ് കോഴിക്കോട്ടേക്ക്. വെറും 10-15 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ നമ്മുടെ കോഴിക്കോടെത്താൻ. അങ്ങനെ മിനി ബൈപ്പാസിലൂടെ നമ്മൾ കയറിയിട്ടുണ്ട്. ഇടത് സൈഡിലൂടെ ഒഴുകുന്നത് കോഴിക്കോട്ടെ തന്നെ പ്രശസ്തമായ കനോലി കനാലാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഹെൻറി കനോലി നിർമ്മിച്ച മനുഷ്യ നിർമ്മിത കനാലാണ് ഈ ഒരു കനോലി കനാൽ. കല്ലായിപ്പുഴയിലോട്ട് മരത്തടികൾ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു മാൻമെയ്ഡ് കനാലാണ് കേട്ടോ അത്. അങ്ങനെ നമ്മളിത് എരഞ്ഞിപ്പാലത്തോട്ടാണ് എത്തിയത്. എരഞ്ഞിപ്പാലത്ത് നിന്നും നടക്കാവ് വഴിയാണ് കോഴിക്കോട്ടേക്ക്. എരഞ്ഞിപ്പാലത്ത് നിന്നും ഇടത്തോട്ട് പോയാൽ ഇക്ര സിവിൽ സ്റ്റേഷൻ ഭാഗത്തോട്ടും, നേരെ പോയാൽ നാഷണൽ ഹൈവേ 66ലോട്ടും, അതേപോലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, സരോവരം പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. കൂടാതെ ലുലു മാളിലോട്ടും ആ വഴിക്ക് പോകാവുന്നതാണ്. നമ്മൾ വലത്തോട്ടാണ് പോകുന്നത്. വലത്തോട്ട് നടക്കാവ് വഴിയാണ് കേട്ടോ കോഴിക്കോട്ടേക്ക് പോകുന്നത്. എരഞ്ഞിപ്പാലം കഴിഞ്ഞാൽ നടക്കാവ്, ക്രിസ്ത്യൻ കോളേജ്, മാവൂർ റോഡ് KSRTC വഴിയാണ് കേട്ടോ കോഴിക്കോട്ടേക്ക്. എരഞ്ഞിപ്പാലം കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് നടക്കാവിലോട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റിയൊരു ബസ് കൂടിയാണ് കേട്ടോ ഈ ഒരു ബസ്. പിന്നെ ഈ റൂട്ടിലെ പുതിയൊരു ബസ് കൂടിയാണ്. അങ്ങനെ നമ്മളിത് നടക്കാവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നടക്കാവ് കഴിഞ്ഞാൽ നേരെ ഇംഗ്ലീഷ് പള്ളിയാണ്. ഇംഗ്ലീഷ് പള്ളി ബസ് സ്റ്റോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷ് പള്ളി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കോളേജ്, ഫാത്തിമ, മാവൂർ റോഡ് KSRTC വഴിയാണ് കേട്ടോ കോഴിക്കോട്ടേക്ക്. അങ്ങനെ നമ്മളിത് മാവൂർ റോഡ് ബസ് സ്റ്റോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. നേരെ പോയാൽ മാനാഞ്ചിറ ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. നമ്മൾ ഇടത്തോട്ടാണ് പോകുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിലോട്ടാണ് നമ്മുടെ ബസ് പോകുന്നത്. കോഴിക്കോട് തന്നെ 2 ബസ് സ്റ്റാൻഡുകളാണ് ഉള്ളത്. പാളയം ബസ് സ്റ്റാൻഡും പുതിയ ബസ് സ്റ്റാൻഡും. പുതിയ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ചേളന്നൂർ, കക്കോടി ഭാഗത്തോട്ടുള്ള ബസ്സുകളൊക്കെ ഉണ്ടാവാറ്. കൂടാതെ ലോങ് സർവീസായ കണ്ണൂർ കോഴിക്കോട്, തൃശ്ശൂർ കോഴിക്കോട്, പാലക്കാട് കോഴിക്കോട്, എറണാകുളം കോഴിക്കോട്, മഞ്ചേരി കോഴിക്കോട് എല്ലാം നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാളയം ബസ് സ്റ്റാൻഡിൽ നിന്നും നിലമ്പൂർ ഭാഗത്തോട്ടും, മെഡിക്കൽ കോളേജ്, മുക്കം, അരീക്കോട് ആ ഭാഗത്തോട്ടുള്ള ബസ്സുകളൊക്കെയാണ് കേട്ടോ പാളയം സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാറ്. KSRTC ടെർമിനലാണ് കേട്ടോ ഇത്. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലോട്ട് പോകേണ്ട ആളുകൾ മാവൂർ റോഡ് ഇറങ്ങി ഇങ്ങോട്ട് നടന്നു വരണം കേട്ടോ. ഇവിടെ പ്രൈവറ്റ് ബസ്സിന് KSRTCയുടെ മുന്നിൽ സ്റ്റോപ്പില്ലേ. അങ്ങനെ നമ്മളിത് KSRTC ബസ് സ്റ്റാൻഡും കഴിഞ്ഞ് നേരെ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ വെറും 10 മിനിറ്റ് മാത്രമേ സ്റ്റേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും അന്നശ്ശേരിയിലോട്ടുള്ള യാത്ര ഇവർ ആരംഭിക്കുക. അങ്ങനെ നമ്മളിത് പുതിയ ബസ് സ്റ്റാൻഡിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്.
എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ച ഡ്രൈവർ നിസാറിക്കും കണ്ടക്ടർ രാജേഷ് ചേട്ടനും പിന്നെ നമ്മുടെ ഓണറായ അഖിലേട്ടനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട്. ബൈ.